ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെനിഞ്ചസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ബ്രെയിനിനെ ഏതൊക്കെ ലെയറാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന്. ആദ്യത്തെ നമ്മളുടെ ബോണി കവറിങ് അല്ലെങ്കിൽ നമ്മളുടെ ക്രേനിയം, നമ്മുടെ സ്കള്ള്. രണ്ടാമത്തതാണ് മെനിഞ്ചസ്. മെനിഞ്ചസിന് 3 ലെയർ ഉണ്ട്: ഔട്ടർ ഡ്യൂറ, മിഡിൽ അരക്കനോഡ് ആൻഡ് ഇന്നർ പയാമാറ്റർ. പിന്നെ സ്പേസ് ഉണ്ട്. മെനിഞ്ചസിലെ സ്പേസ് ആണ് എപ്പിഡ്യൂറൽ, സബ്ഡ്യൂറൽ, സബ് അരക്കനോഡ്. പിന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ അരക്കനോഡ് മാറ്ററും പയാമാറ്ററും ഇടയ്ക്കുള്ള സ്പേസ്, അതായത് സബ് അരക്കനോഡ് സ്പേസിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. അടുത്തതാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൽ ആദ്യത്തെ ലെയർ ആണ് ഡ്യൂറ മാറ്റർ. ഡ്യൂറ മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഇത് ഏറ്റവും തിക്കസ്റ്റ് ആൻഡ് ടഫസ്റ്റ് ലെയർ ആണ്. ഡ്യൂറ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാർഡ്, മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് മദർ. പിന്നെ ഇതിന് 2 ലെയർ ഉണ്ട്, അതായത് ഡ്യൂറ മാറ്ററിന് തന്നെ 2 ലെയർ ഉണ്ട്: ഔട്ടർ എൻഡോസ്റ്റിയൽ ലെയറും ഇന്നർ മെനിജിയൽ ലെയറും. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഡ്യൂറ മാറ്റർ സൈനസ് എൻക്ലോസ് ചെയ്തേക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മളുടെ ഈ ഡ്യൂറയുടെ രണ്ട് ലെയേഴ്സും കണ്ടിന്യൂസ് ആയിരിക്കും. ആദ്യത്തേത് എൻഡോസ്റ്റിയൽ ലെയർ. എൻഡോസ്റ്റിയൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്യൂച്ചർ, ഫൊറാമിന അല്ലെങ്കിൽ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ ഉള്ള സ്ഥലത്ത് നമ്മളുടെ എൻഡോസ്റ്റിയൽ ലെയർ പെരിയോസ്റ്റിയോ ആയിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. പെരിയോസ്റ്റിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സ്കള്ളിന്റെ ഉള്ളിലുള്ള ലെയർ ആണ് പെരിയോസ്റ്റിയം. അടുത്തത് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ക്രേനിയൽ നെർവ്സിന് ഒരു ഷീത്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എൻഡോസ്റ്റിയൽ ലെയർ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഔട്ടർ സർഫസ്, അതായത് എൻഡോസ്റ്റിയൽ ലെയറിന്റെ ഔട്ടർ സർഫസും നമ്മളുടെ ക്രേനിയൽ ബോൺസിന്റെ ഇന്നർ സർഫസും തമ്മിൽ അഡ്ഹറന്റ് ആയിരിക്കും, അതായത് അവര് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഫൈൻ ഫൈബ്രസ് വാസ്കുലാർ പ്രോസസ്, അതായത് നമ്മളെ ബ്ലഡ് വെസൽസിന്റെ വാസ്കുലാർ പ്രോസസ്സ് വെച്ചാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് മെനിജിയൽ ലെയർ. മെനിജിയൽ ലെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മെയിൻ ആയിട്ടും ഫോൾഡിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറെ സ്ഥലങ്ങളിൽ ഇതിന് കുറെ ഫോൾഡിങ്സ് ഉണ്ട്. ഈ ഫോൾഡിങ്സ് കാരണമാണ് നമ്മളുടെ ക്രേനിയൽ ക്യാവിറ്റി പല പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ആയിട്ടുള്ളത്. ഇതായിട്ട് മെയിൻ ആയിട്ട് 4 ഫോൾഡിങ്സ് ആണുള്ളത്: ഫോൾക് സെറിബ്രൈ, ടെൻഡോറിയം സെറിബെല്ലൈ, ഫോൾക് സെറിബെല്ലൈ ആൻഡ് ഡയഫ്രമ സെല്ലൈ.